അസൂയ എന്ന് പറയുന്ന ഇമോഷൻ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അസൂയ വരാനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് മറ്റൊരാളെ കാണുമ്പോൾ നമുക്ക് ജലസി വരും, നമുക്ക് ഭയങ്കര വിഷമം വരും. നമ്മൾ ആ സമയത്ത് നമ്മളെ കമ്പയർ ചെയ്യുകയും നമ്മളോട് തന്നെ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ആ വ്യക്തിക്ക് എഗെയിൻസ്റ്റ് സംസാരിക്കാൻ തുടങ്ങും, ആ വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ചിന്തിച്ച് തുടങ്ങും. അതുപോലെ ഗോസിപ്പ് പറയാൻ തുടങ്ങും. മറ്റുള്ളവർ ഗോസിപ്പ് പറയുന്നതിനെ എന്റർടൈൻ ചെയ്തിട്ട് നമ്മളെ ജീവിതം തന്നെ വളരെ മിസറബിൾ ആയിട്ട് മാറ്റും. അതിനു പകരം ഈ അസൂയ കൊണ്ടുവരുന്നൊരു മെസ്സേജ് ഉണ്ട്. നമുക്ക് അസൂയ ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കുക, ആ വ്യക്തിയിലുള്ള എന്തൊരു കാര്യമാണ് നമ്മുടെ അസൂയ ഉളവാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ട്. ആ വ്യക്തിക്കുള്ള എന്തോ ഒരു കാര്യം എനിക്കില്ല. അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരിടത്തേക്ക്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്താൻ, നമുക്ക് വേണ്ട കാര്യങ്ങൾ അക്വയർ ചെയ്യാനുള്ള സംഗതികൾ നമുക്ക് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നമ്മളിലേക്ക് ഉണ്ടാകും. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻ നമ്മുടെ ലൈഫിനെ നശിപ്പിക്കാതിരിക്കും. അതുപോലെ ഇതിനെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടൊരവസ്ഥയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പം അസൂയ നല്ലതല്ലേ? അസൂയ വരുന്നത് നല്ലതല്ലേ?